നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗളൂരു സ്വദേശിനിയായ പരാതിക്കാരിയെ രാഹുൽ മങ്കൂട്ടത്തിൽ ഫോണിലൂടെ വിളിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് ജാമ്യം റദ്ദാക്കണം എന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നിരിക്കുകയാണ്. ബംഗളൂരു സ്വദേശിനി രഹസ്യമൊഴി നൽകിയതിന് പിറ്റേന്ന് രാഹുൽ മങ്കൂട്ടത്തിലെ വാട്സപ്പ് സ്റ്റാറ്റസ് ലൈക്ക് ചെയ്തിരുന്നുവെന്നും നമ്പർ ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ അബദ്ധത്തിലാണ് കോൾ പോയതെന്നും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. രാഹുലിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സമർപ്പിച്ച ഹർജിയുടെ വാദത്തിനിടെയാണ് പ്രതിഭാഗം അഭിഭാഷകൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹർജിയിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഈ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു, അതിനിടയിൽ അറിയാതെ കൈതട്ടിയാണ് കോൾ പോയത്. അപ്പോൾ അത്തരത്തിൽ അറിയാതെ സംഭവിച്ചതായതുകൊണ്ട് തന്നെ ഈ ഒരു ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം നിലനിൽക്കില്ല എന്നതടക്കമുള്ള വാദം രാഹുലിന്റെ വക്കീൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് പ്രധാനം. നിലവിൽ ഹർജിയിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സമർപ്പിച്ച ഹർജിയുടെ വാദത്തിനിടെയാണ് പ്രതിഭാഗ അഭിഭാഷകൻ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 19 ഉത്തരവ് പുറപ്പെടുവിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ്, ജാമ്യം റദ്ദാക്കുമോ? ജാമ്യം റദ്ദാക്കിയാൽ രാഹുൽ മങ്കൂട്ടത്തിൽ വീണ്ടും ജയിലിലേക്ക് പോകേണ്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും അത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് നിലവിൽ ഉയരുന്ന ചോദ്യം. പരാതിക്കാരി രഹസ്യമൊഴി നൽകിയതിന്റെ പിറ്റേന്ന് ഫെബ്രുവരി 17 രാഹുൽ അവരെ വിളിച്ചുവെന്നും അത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം. അതിജീവിതയെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോട് ജില്ലാ കോടതി നൽകിയ സംരക്ഷണ വലയമാണ് പ്രതി രാഹുൽ തകർത്തത് എന്നതടക്കമുള്ള വാദമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ 17-ാം തീയതി കോൾ പോയെങ്കിൽ അന്നു തന്നെ പോലീസ് അപേക്ഷ നൽകേണ്ടതായിരുന്നുവെന്നും ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഹർജിയെന്നും പ്രതിഭാഗം ആരോപിക്കുന്നുണ്ട്. ജനുവരിയിലും പരാതിക്കാരിയുടെ അടുത്ത ബന്ധു രാഹുലിന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് പരിശോധിച്ചതിന് തെളിവുണ്ടെന്നും അഭിഭാഷകൻ പറഞ്ഞു. എന്തായാലും ഈ കേസിൽ വാദപ്രതിവാദങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, പൂർത്തിയായിരിക്കുകയാണ്. ഈ കോടതിയുടെ ഉത്തരവ് എന്താണ് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ജാമ്യം റദ്ദാക്കപ്പെടുന്ന തരത്തിലുള്ള തെറ്റ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? അത്തരത്തിൽ രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ജാമ്യം റദ്ദാക്കുന്ന തലത്തിലുള്ള തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജാമ്യം റദ്ദാക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അങ്ങനെയെങ്കിൽ ജയിലിലേക്ക് വീണ്ടും രാഹുലിന് പോകേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ ഈ വാദങ്ങളൊക്കെ കോടതിയിൽ വില പോകുമോ എന്നതാണ് ചോദ്യം. അതേസമയം 3-ാം ബലാത്സംഗ കേസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ MLA ആശ്വാസം. മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് അന്വേഷണ സംഘത്തിന് നൽകണമെന്ന ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവാണ് ജസ്റ്റിസ് C ജയചന്ദ്രൻ സ്റ്റേ ചെയ്തത്. രാഹുലിന്റെ ഫോൺ നേരത്തെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടും രാഹുൽ പാസ്വേഡ് നൽകിയിരുന്നില്ല. തുടർന്നാണ് പാസ്വേഡ് നൽകാൻ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. പാസ്വേഡ് വെളിപ്പെടുത്താൻ പ്രതിയെ നിർബന്ധിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് അധികാരം നൽകുന്ന പ്രത്യേക വ്യവസ്ഥകളില്ല എന്ന് രാഹുലിന്റെ വക്കീൽ വാദിച്ചു. പിന്നാലെ ഹർജി 3 ആഴ്ചയ്ക്ക് ശേഷം കോടതി വീണ്ടും പരിഗണിക്കുക. എന്തായാലും ഈ പാസ്വേഡ് നൽകണമെന്ന ഉത്തരവിന് സ്റ്റേ ചെയ്തിരിക്കുകയാണ് കോടതി. അതുകൊണ്ട് തന്നെ നിലവിൽ പാസ്വേഡ് നൽകേണ്ടതില്ല. പ്രത്യേകിച്ച് തനിക്ക് അനുകൂലമായ കുറേ തെളിവുകൾ ഫോണിലുണ്ട്. അന്വേഷണ സംഘത്തിന് ഫോൺ കൈമാറിയാൽ ആ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നതടക്കമുള്ള വാദമാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. എന്തായാലും ബംഗളൂരു സ്വദേശിനെ പീഡിപ്പിച്ചെന്ന 2-ാം ബലാത്സംഗ കേസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ കോടതിയിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലാ കോടതി നൽകിയ മുൻകൂർ ജാമ്യത്തിലെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്ന പോലീസ് പരാതിയിൽ കോടതി നേരിട്ട് നടത്തുന്ന തെളിവെടുപ്പിലാണ് രാഹുൽ മങ്കൂട്ടത്തിൽ MLA അതിജീവിതയെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചതെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. അറിയാതെ കൈതട്ടി വിളിച്ചെന്ന രാഹുലിന്റെ വാദം തെറ്റാണ് എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. തൊട്ട് മുമ്പ് വിളിച്ച കോൾ ഹിസ്റ്ററിയിലുള്ള നമ്പർ മാത്രമേ അറിയാതെ കൈതട്ടി കോൾ പോകാറുള്ളൂവെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു. ആ വാദത്തെ പൊളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് നമ്പർ ബ്ലോക്കാക്കാൻ ശ്രമിക്കുന്നതിനിൽ അറിയാതെ കൈതട്ടി കോൾ പോയതാണ് എന്ന വാദം രാഹുൽ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ആ വാദം വില പോകുമോ എന്നത് ചോദ്യമാണ്. യുവതി രഹസ്യമൊഴി നൽകിയതിൻ്റെ പിറ്റേന്നാണ് രാഹുലിന്റെ ഫോണിൽ നിന്നും യുവതിയുടെ ഫോണിലേക്ക് കോൾ പോയിരിക്കുന്നത്. രാഹുൽ തന്റെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ച് താൻ എടുക്കാത്തതിനാൽ തനിക്ക് വാട്സാപ്പ് കോൾ ചെയ്തതായി അതിജീവിത പോലീസിന് പരാതി നൽകിയതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ജാമ്യം റദ്ദാക്കണമെന്ന അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചത്. കേസിൽ ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിരുന്നപ്പോൾ അതിജീവിതയെ സ്വാധീനിക്കുവാനോ ബന്ധപ്പെടാനോ പാടില്ല എന്ന വ്യവസ്ഥ വെച്ചിരുന്നു. രാഹുൽ ഇത് ലംഘിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിരിക്കുന്നത്. 2023 വിവാഹ വാഗ്ദാനം നൽകി തിരുവല്ലയിൽ എത്തിച്ച് രാഹുൽ ബലാത്സംഗം ചെയ്തെന്ന് കാട്ടി പരാതി നൽകിയ ബംഗളൂരിൽ താമസിക്കുന്ന 23 വയസ്സുകാരി ഫെബ്രുവരി 16 നെടുമങ്ങാട് കോടതിയിൽ രഹസ്യമൊഴി നൽകിയത്.
അത് രാഹുൽ മങ്കുട്ടത്തിൽ പരാതിക്കാരിയെ സ്വാധീനിക്കാൻ വേണ്ടി വിളിച്ചുവെന്ന വാദമാണ് അന്വേഷണ സംഘം ഉയർത്തിയത്. പരാതിക്കാരിയെ ഫോണിൽ വിളിച്ചത് സ്വാധീനിക്കാനും തുടർ നടപടികളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമാണ് എന്ന് അന്വേഷണ സംഘം ശക്തമായി വാദിച്ചിരുന്നു. രാഹുൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്ന വാദം തന്നെയാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ വാദത്തിൽ തന്നെ നിലവിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അറിയാതെ കോൾ തട്ടി പോകാൻ സാധ്യതയില്ല എന്ന വാദത്തെ എല്ലാം പൊളിച്ച് അത് താൻ ഇത്തരത്തിൽ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നതിനിടയിലാണ് കൈതട്ടി കോൾ പോയതെന്ന വാദം വരുന്നുണ്ട്. ആ വാദം അംഗീകരിക്കപ്പെടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം പൊളിച്ചുകൊണ്ട് രാഹുലിന്റെ വക്കീൽ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ അംഗീകരിക്കപ്പെടുമോ എന്നതാണ് ചോദ്യം. എന്തായാലും ഈ വിഷയത്തിലൊക്കെ ഒരു കോടതിയുടെ ഉത്തരവ് എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനം. നമുക്കറിയാവുന്ന പോലെ തന്നെ രണ്ടാം ബലാത്സംഗ കേസിൽ ഡിസംബർ 10 തീയതിയായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയത്. ബംഗളൂരു സ്വദേശിനിയായ 23-കാരിയായിരുന്നു രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവർക്കായിരുന്നു യുവതി പരാതി നൽകിയത്. കോൺഗ്രസിന് കിട്ടിയ പരാതി പോലീസിന് കൈമാറിയിരുന്നു. രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു യുവതിയുടെ പരാതിയിൽ ഉണ്ടായിരുന്നത്. താൻ നേരിട്ടത് ക്രൂരമായ ലൈംഗിക അതിക്രമമാണെന്ന് യുവതി പറഞ്ഞിരുന്നു. വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനം. ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ നടത്തിയതെന്നും യുവതി പറഞ്ഞിരുന്നു. തന്റെ ടെലഗ്രാം നമ്പർ സംഘടിപ്പിച്ച ശേഷമായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ താനുമായി അടുപ്പ് സ്ഥാപിച്ചതെന്നും അതിജീവിത പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി. അവധിക്ക് നാട്ടിലെത്തി തന്നെ ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാന്റെ കാറിൽ ഒരു ഹോം സ്റ്റേയിൽ എത്തിച്ചു. അവിടെ വെച്ച് തന്റെ എതിർപ്പ് അവഗണിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ബലാത്സംഗത്തിനിടെ "ഐ വാണ്ട് ടു റേപ്പ് യു" എന്ന് രാഹുൽ ആവർത്തിച്ചു. കരഞ്ഞ് കാല് പിടിച്ചിട്ട് ഉപദ്രവം തുടർന്നു. അതിനിടെ തനിക്ക് പാനിക് അറ്റാക്കും ശ്വാസമുട്ടലും ഉണ്ടായി. എന്നിട്ട് രാഹുൽ പിന്മാറിയില്ല. അതിക്രമത്തിന് ശേഷം തന്നെ വിവാഹം കഴിക്കാനാവില്ല എന്ന് രാഹുൽ തീർത്ത് പറഞ്ഞു. അതോടെ മാനസികമായും ശാരീരികമായും താൻ തകർന്നുവെന്നും അതിജീവിത പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല തന്നെ ഭയപ്പെടുത്താൻ രാഹുൽ ശ്രമിക്കുന്നു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്നതടക്കമുള്ള വാദവും പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. രാഹുലിന് അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജിയുടെ പ്രാരംഭവാദത്തിലാണ് പ്രോസിക്യൂട്ടർ കല്ലമ്പള്ളി മനു, അതായത് അതിജീവിതയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന കാര്യം കോടതിയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്തായാലും ഈ കേസിൽ, അതായത് അതിജീവിതയെ സ്വാധീനിക്കാൻ ഫോണിലൂടെ രാഹുൽ മങ്കൂട്ടത്തിൽ വിളിച്ചു എന്ന കേസിൽ എന്താണ് കോടതി വിധി എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും വാദമെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ആരുടെ വാദമാണ് അംഗീകരിക്കപ്പെടുന്നത്, ആരുടെ വാദമാണ് തള്ളിക്കളയുന്നത്, കോടതിയുടെ ഉത്തരവ് എന്താണ് എന്നത് ഏറ്റവും പ്രധാനം. ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിന് ദിവസങ്ങൾ കൂടി കാത്തിരിപ്പ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.